ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. കൽക്കി 2898 AD. അതായത് കൽക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഈ ഇന്ത്യൻ ഹിന്ദു പുരാണ ഇതിഹാസങ്ങൾ പ്രകാരം മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട്. അതിൽ 9 അവതാരങ്ങളും കഴിഞ്ഞ 3 യുഗങ്ങളായിട്ട് അവസാനിച്ചു. 4ാമത്തെ അവസാനത്തെ യുഗമാണ് കലിയുഗം. അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന യുഗം. കലിയുഗത്തിൽ നീതി നടപ്പാവാതെയാവുക, അക്രമവും അനീതിയും വർദ്ധിക്കുക, മനുഷ്യന്റെ വാസം തന്നെ ബുദ്ധിമുട്ടിലാവുക, അങ്ങനെ ആകെ ഫെഡപ്പാവുന്ന ഒരു അവസ്ഥയിൽ അവതരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമാണ് കൽക്കി. അത് ഒരു നാൾ വരും എന്നാണ് ഈ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. മറ്റു മതഗ്രന്ഥങ്ങളിലും ഇതുപോലെ ഇങ്ങനൊരു അവസ്ഥയിൽ ഒരാൾ വരുമെന്ന് എഴുതി വെച്ചതായിട്ടുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു സിനിമയാണ്. എന്നാൽ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമ കൂടെയാണ്. 2898 എന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അല്ല, ലോകത്തിൽ തന്നെ ആകെ ഒരു നഗരമേ ബാക്കി വരുന്നുള്ളൂ. അതാണ് കാശി. ആ കാശിയിലേക്ക് ലോകത്തുള്ള എല്ലാവരും കുടിയേറി പാർക്കുകയാണ്, ലോകത്തിലെ അവസാനത്തെ നഗരം എന്ന രീതിയിൽ. അവിടെ ഉണ്ടാവുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ സിനിമ. കൽക്കി എന്ന് പറഞ്ഞ ആള് ഇതിൽ അവതരിക്കുന്നില്ല. കൽക്കി എന്ന് പറഞ്ഞ ആളുടെ ജനനമാണ് ഈ സിനിമയുടെ പ്രമേയം. ഇതിലത്തെ സ്റ്റാർ കാസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിലെ പ്രധാന ലീഡ് പ്രഭാസാണ്. പക്ഷെ പ്രഭാസിനെ കൂടാതെ തന്നെ അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, നമ്മുടെ ശോഭന, പിന്നെ കുഞ്ഞു കുഞ്ഞു റോളുകളായിട്ട് ഒരുപാട് ക്യാമിയോസ്, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതൊരു വെൽ മേഡ് സിനിമയാണ്. ഇതുപോലെ ഒരു വേൾഡ് ബിൽഡിങ്ങും VFXും വെച്ച് ഇന്ത്യയിൽ ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഗഗനചാരി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ അതേ ഡയലോഗാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന്. അത് അതേപോലെ കോപ്പി ചെയ്യാണ് ഇന്ത്യയിൽ കൽക്കി 2898 AD പോലത്തെ ഒരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിലൊരു സംശയമില്ല. സിനിമയുടെ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ വേൾഡ് ബിൽഡിംഗ് ആണ്. അതായത് 2898 കാശി, അവിടെ ആ നഗരം എങ്ങനെയാണ്, അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, അവിടുത്തെ ജീവിത രീതി എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെയാണ്, കറൻസിയുടെ വിനിമയം എങ്ങനെയാണ്, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഉപകരണങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല ഡീറ്റെയിലിങ്ങിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെയാണെന്ന് നമ്മളെ പറയണമെന്നില്ല, അത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട രീതിയിലാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അത് തന്നെയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള രീതിയും. നമുക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ത്വര ഒക്കെ സിനിമ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ വേൾഡ് ബിൽഡിംഗ്, അതിൻ്റെ VFX, ഈ വേൾഡ് ബിൽഡിങ്ങിന്റെ VFX എല്ലാം ടോപ്പ് നോച്ചാണ്. ചില വാർ സീക്വൻസുകളൊക്കെ നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾക്കപ്പുറം ഇതിനെ അഭിനന്ദിക്കേണ്ട രീതിയിലാണ് ഇതിൻ്റെ VFXും ആ വേൾഡ് ബിൽഡിങ്ങും ഇവർ ചെയ്തിരിക്കുന്നത്. സൂപ്പറാണ്, വേറെ ലെവലാണ്. സയൻസ് ഫിക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ വന്നതെങ്കിലും ഇത് വെറും സയൻസ് ഫിക്ഷൻ അല്ല. പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ഇന്ത്യയുടെ ചരിത്രം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ഇഴചേർന്ന് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ സിനിമയുടെ ഗൂസ് ബംസ് തരുന്ന ചില പോർഷനുകളിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ആ സമയത്താണ് സിനിമ നന്നായിട്ട് എലിവേറ്റ് ആവണത്. അത് കറക്റ്റ് ബ്ലണ്ടാണ്. അതായത് സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ബാക്ക് ബോൺ പുരാണ ഇതിഹാസങ്ങളാണ് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ആണ്. അത് വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതർ തിങ് ഈസ് കാസ്റ്റിംഗ്. ഓഫ് കോഴ്സ് പ്രഭാസ് എന്ന് പറഞ്ഞ സ്റ്റാർ, അയാളുടെ ചാം, അയാളുടെ ആ ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു സിനിമയാണ്. മൂപ്പര് ത്രൂ ഔട്ട് ഉണ്ട് പടത്തിൽ. വളരെ ഭംഗി തന്നെ ആളുടെ റോള് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദീപിക പദുക്കോണും. ഈ കൽക്കി എന്ന് പറഞ്ഞ അവതാരത്തിൻ്റെ ജനനം ദീപികയുടെ ക്യാരക്ടറിലൂടെയാണ്. ഇത് നമ്മുടെ ട്രെയിലർ കണ്ടാൽ അറിയാം. അപ്പോൾ ആ ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ദീപിക ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ എന്ന് പറയുന്നത് അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ്റെ ഒരു ഷോയാണ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അമിതാഭ് ബച്ചൻ അങ്ങോട്ട് അഴിഞ്ഞിടരുത്. 80ാമത്തെ വയസ്സിൽ മൂപ്പര് കാട്ടിക്കൂട്ടണം കാണണം. അറിയാം സ്റ്റണ്ട് വർക്ക് വേറെ ആളാണ് ചെയ്യണതെന്ന് അറിയാം. പക്ഷെ ഗംഭീര പെർഫോമൻസ് ആണ് അമിതാഭ് ബച്ചൻ്റെ. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം വളരെ കുറച്ചുള്ളെങ്കിലും കമൽഹാസൻ ഈ സിനിമയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്യണത്. ഇപ്പോൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ സുപ്രീം യസ്കിൻ എന്ന് ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ആ യസ്കിൻ കമൽഹാസനാണ്. എന്താ പറയുക, വെറുതെ ഒരു വില്ലനെന്നല്ല, അയാൾ വില്ലനാണോ എന്നും കൂടി നമുക്കറിയില്ല. ഇതിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ടെംപ്ലേറ്റ് വില്ലൻ ഗൈ എന്നതിനപ്പുറം എന്തുകൊണ്ട് അങ്ങേര് ചെയ്യുന്നു എന്നുള്ള കാര്യം വൃത്തിയായിട്ട് സിനിമയിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
മൂപ്പരുടെ ഭാഗം ജസ്റ്റിഫൈഡ് ആണ്. ചുമ്മാ അടിച്ച് താഴെയുള്ള ഒരു വില്ലനല്ല, പിന്നെ അങ്ങനെ എളുപ്പത്തിൽ അടിച്ച് താഴെടാൻ പറ്റണ ഒരു വില്ലനും അല്ല. വളരെ നന്നായിട്ട് തന്നെ മൂപ്പരുടെ റോൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമ അവസാനിക്കുന്നത് ഒരു കിടിലം ക്ലിഫ് ഹാങ്ങറിലാണ്. അതായത് ഒരു ട്വിസ്റ്റൊക്കെ വന്ന് ഒരു 1 ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തിട്ടുണ്ടാവുക എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഫിലിം ബൈ നാഗശ്വിൻ എന്ന് പറഞ്ഞിട്ട് സിനിമ അവസാനിക്കുന്നത്. അതായത് ഒരു യൂണിവേഴ്സ് സെറ്റപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോണേ. അപ്പം ഇനി ഇതിൽ എന്തൊക്കെ വരുന്നറിയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമയുടെ കാസ്റ്റിങ്ങും അതുപോലെ പ്ലോട്ട് ലൈൻസ് ഒക്കെ പോയിട്ടുള്ളത്. കുറച്ച് നല്ല ക്യാമിയോസ് ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ കണ്ടിരിക്കും ഹൈ ഇയാളാ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ഒരു മോസ്റ്റ് ഓഫ് ദം നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. അന്നാബൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു റോളുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സന്തോഷ് നാരായണനാണ് ഈ സിനിമയുടെ മ്യൂസിക്. സന്തോഷ് നാരായണനെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ സിനിമയിൽ ഒരു ഭയങ്കര ഹൈ ഫാക്ടറായിട്ട് മൂപ്പരുടെ മ്യൂസിക് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി അത്ര നന്നായിട്ട് കിടിലായിട്ട് ഫീൽ ചെയ്തില്ല. അടിപൊളിയാണ്, ഓക്കെയാണ്. പക്ഷേ ഇത്രയും ഹൈ സ്കെയിലൊരു മാസ് പടമല്ല, സയൻസ് ഫിക്ഷൻ ആണെന്നറിയാം, എന്നാലും ആ ഒരു മാസ് ആൻഡ് ക്ലാസ് ബാലൻസിങ് മൂപ്പരുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ചില സമയത്തൊക്കെ നല്ല കിടിലായിട്ട് വർക്കായിട്ടുണ്ട്, എന്നാൽ ചില സമയത്ത് പോരായിരുന്നു എന്ന് എനിക്ക് തോന്നി. സെയിം ഗോസ് വിത്ത് സ്ക്രിപ്റ്റ്. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും ഒരു ടർബുലന്റ് നേച്ചറിലാണ്. ചില സമയത്ത് വൺ ഹൈ മൊമെന്റ്സിലൊക്കെ നമുക്ക് ഗൂസ് ബംസ് അടിപ്പിക്കുന്ന മൊമെന്റ്സ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലുണ്ട്. എന്നാൽ ചില സമയത്ത് നന്നായിട്ട് ബോറടിപ്പിക്കുന്ന രീതിയിലൊക്കെ ചില സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീൻ പ്ലേയിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ പ്രഭാസ് എന്ന് പറഞ്ഞ സ്റ്റാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രഭാസ് എന്തോരം കിടിലം ക്രൗഡ് പുള്ളറാണെന്നും മൂപ്പരെ കാസ്റ്റ് ചെയ്താൽ എത്രത്തോളം ആൾക്കാർ തിയേറ്ററിൽ എത്തും എന്നുള്ള അങ്ങനെ സ്റ്റാർ വാല്യൂവിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. എന്നാൽ ആസ് എൻ ആക്ടർ മൂപ്പർക്ക് കുറച്ച് പരിമിതികളുണ്ട്. അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. ഒരു ലെയേർഡ് ക്യാരക്ടർ, ഒരു ഇമോഷണൽ കോംപ്ലക്സിറ്റിയുള്ള ഒരു ക്യാരക്ടർ മൂപ്പർക്ക് കൊടുത്താൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് അങ്ങേരുടെ മുഖത്ത് വരും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ഇതിലും ചില സീനുകളിൽ മൂപ്പർക്ക് ആ ഒരു ലിമിറ്റേഷൻസ് മൂപ്പരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതായത് മൂപ്പരെക്കാളും നല്ല രീതിയിൽ നല്ലൊരു ആക്ടർ ഈ സിനിമയിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് ബെറ്റർ ആയതിനൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പ്രഭാസ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് പ്രഭാസിന് ഈ റോൾ കൊടുക്കാൻ കാരണം എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ആൾ ഈ സിനിമയ്ക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഓറ, ഒരു ചാം അത് വേറെയാണ്. ആളുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറെ ലെവലാണ്. പക്ഷേ ഒരു ആക്ടിങ് പരിമിതി മൂപ്പർക്കുള്ളതിൻ്റെ ചില സംഗതികൾ ഈ സിനിമയിൽ ചില സ്ഥലത്ത് കാണാം. അതുപോലെ തന്നെയാണ് ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ ചില സമയത്ത് ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി ഇല്ലാണ്ടിരിക്കുക, പിന്നെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കോരിത്തെരിപ്പിക്കുന്ന ലെവലിൽ ആക്ഷൻ പുൾ ഓഫ് ആവാണ്ടിരിക്കുക എന്നുള്ള അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര നെഗറ്റീവായിട്ടല്ല ഞാൻ പടത്തിൻ്റെ പറയണേ. പക്ഷേ ഇതും കൂടിയൊക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വന്നാൽ പടം ഒന്നും കൂടി അങ്ങോട്ട് പവർഫുള്ളായിട്ട് നിന്നേനെ. ഇപ്പോഴും മോശമെന്നല്ല, എനിക്ക് പടം ഇഷ്ടമായി. വളരെ സന്തോഷത്തോടെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഇങ്ങനൊരു പടം ഇറങ്ങിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞുതരാം, യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പടം വർത്ത് അപ്രീഷിയേഷൻ, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഇനിയിപ്പോൾ ഇതിലെന്താ വരാൻ പോവുക എന്നുള്ളതിനെ പറ്റി കാര്യമായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ ഇതിലെടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ലെയേഴ്സ്, അങ്ങനത്തെ കുറച്ച് ചോയ്സുകളുണ്ട്. അത് ഈ മഹാഭാരതം എന്ന് പറഞ്ഞ ആ കഥയെ പറ്റി അറിയുന്നവർക്ക് ചിലപ്പോൾ അതിൽ രണ്ടഭിപ്രായമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇത് സിനിമയാണ്, സിനിമാക്കാരനായ ആളുടെ സ്വാതന്ത്ര്യം എടുത്തേക്കണതാണ്. അതിലങ്ങനെ തന്നെ കണ്ടാൽ മതി. ഇത് ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലല്ലോ പുരാണത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എല്ലാവർക്കും ഏത് രീതിയിലും അതിനെ കൺവേ ചെയ്യാൻ. അത് നന്നായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് സീരിയസ് ഡിസ്കഷൻ എടുക്കാൻ പോകണ്ട. കാരണം ഇത് മഹാഭാരതം അല്ല. അതിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഒരാൾ സിനിമ ചെയ്യണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൽക്കിയുടെ വിശേഷങ്ങൾ. സിനിമ വർത്ത് എൻജോയിങ് ആണ്. ഒരു വലിയ ബിഗ് സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള, നല്ല വിഷ്വലി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി തന്നെ ഈ സിനിമ കാണണം. ടി വിയിലും സ്മോൾ സ്ക്രീനിലൊന്നും വന്ന് കണ്ടിട്ട് ഇത് പോരാന്നുള്ള അഭിപ്രായം പറയരുത്. സോ എന്തായാലും പോയി കാണുക. അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. കാണാം.